ടു ലെജൻസ്. നമ്മുടെ ടോർണമെന്റ്സ് വീഡിയോയ്ക്കകത്ത് ഹാൻഡ് ചെയിൻ, അതായത് ബ്രേസ്ലെറ്റിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല AD സ്റ്റോണിൽ റൂബി മിക്സ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ അത് കൂടുതൽ നമുക്കൊരു ഗോൾഡൻ ഫിനിഷ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കും. ഒരു 3 ലെയറിലാണ് ഈ ഒരു സൈഡിലോട്ട് വരുന്നത്. ഇത് കണ്ടില്ലേ, 3 ലെയർ ചെയിൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതുപോലെ സ്റ്റോണിന്റെ ഡിസൈൻ വരുവേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം ഒരു തിക്നെസ് തോന്നിക്കുന്ന സൈസ് മോഡൽ. നമുക്കൊരു വളയൊന്നും ഇട്ടില്ലെങ്കിലും പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയാം. എക്സ്ട്രാ ചെയിൻ ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അളവിനനുസരിച്ച് ഇടാം കേട്ടോ. അത്യാവശ്യം കൈക്ക് വണ്ണമുള്ളവർക്കാണെങ്കിലും ഇടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലോക്ക് സിസ്റ്റം വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇങ്ങനത്തെ മോഡലിന് ലോക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ ആദ്യം ഒരു പാട് വരും. കുറച്ച് 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് S650, റേറ്റ് 460 ആണ്. 46. നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സിംഗപ്പൂർ ഗോൾഡ് ഒക്കെ വരത്തില്ലേ, ആ ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. നമുക്ക് ഭയങ്കര ഗോൾഡൻ ഫിനിഷ് ഇതിന് വരത്തില്ല. വൈറ്റ് ഗോൾഡും ഒരു റോസ് ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡിന്റെ ഒരു പാറ്റേൺ ആണ്. നല്ല രസമായിട്ട് ലീഫ് പോലെയാണ് ഇതിന്റെ ഡിസൈൻ ഇരിക്കുന്നത്. നേരത്തെ ഞാൻ ഇതിന്റെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ തന്നെ കുറച്ച് ഡിസൈൻ വ്യത്യാസത്തിൽ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇന്ന് കാണിക്കുന്നതെല്ലാം കുറച്ചെല്ലാം ഡിഫറെന്റ് വെറൈറ്റിയിലുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും ഇടാൻ പറ്റും. ഒരു സൈഡിൽ ഇതുപോലെ ഈ ഒരു ലീഫിന്റെ ഡിസൈൻ, ഓപ്പോസിറ്റ് ലീഫ് തന്നെ അതിൻ്റെ ആ ഒരു അകത്തെ ഡിസൈന് വ്യത്യാസമുണ്ട്. ഇത് കണ്ടില്ല, ഇങ്ങനെയും വേണമെങ്കിൽ ഇടാം, ഇങ്ങനെയും വേണമെങ്കിൽ ഇടാം. നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ അങ്ങനെ ഇടാം കേട്ടോ. ഇത് ലൈറ്റ് വെയിറ്റാ, ഒട്ടും നമുക്ക് കനം തോന്നിക്കത്തില്ല. ഗോൾഡിൽ ഈ ഒരു മോഡൽ എങ്ങനെ വരുന്നോ അങ്ങനെയാണ് ഇതും വരുന്നത്. ഇതിനും ഇങ്ങനെയാണ് ചെയിൻ കൊടുത്തേക്കുന്നത്. എക്സ്ട്രാ ചെയിൻ ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ വരുന്നത് S657, റേറ്റ് 460 ആണ്. 46. അടുത്ത ചെയിൻ പാറ്റേൺ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ സെന്ററിൽ മാത്രം കുറച്ച് AD സ്റ്റോൺ ഒക്കെ ആഡ് ചെയ്തിട്ട് വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഗോൾഡ് പോലത്തെ ഇതുപോലത്തെ ബീഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഏകദേശം ഒരു ലുക്ക് വരുന്നത്. കുഞ്ഞു ബോക്സ് ചെയിനാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു ലുക്ക്. സെന്ററിൽ മാത്രം കുറച്ച് വലിയ ഒരു ഡിസൈനാണ്. ബാക്കി ഒത്തിരി വലിയല്ല കേട്ടോ, ഇങ്ങനെ തീരെ പൊടിയല്ല. ഇതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ളതേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഇത് കണ്ടില്ലേ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇതുണ്ട് കുഞ്ഞു സ്റ്റോൺസ്, AD സ്റ്റോൺസ് ആണ് ഇതിലെല്ലാം ആഡ് ചെയ്തേക്കുന്നത്. ഇത് സൈഡിലോട്ടുള്ളതിൽ വൈറ്റ് ഗോൾഡിന്റെ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിന് നമുക്ക് ആ ലോക്ക് സിസ്റ്റം അത് തന്നെയാണ്. എക്സ്ട്രാ ചെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ വെക്കാം, ഇത് കാണാൻ പറ്റുമല്ലോ. ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്പർ S632, ഇതിന് റേറ്റ് 350 രൂപ മാത്രമേ ഉള്ളൂ. 350. ഇതാണ് ലാസ്റ്റ് വൺ. ഇതും ബോക്സ് ചെയിനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ക്രിസ്റ്റൽ പോലത്തെ ആ ഒരു ബീഡ്സും പിന്നെ പേൾ പോലത്തെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ പേൾ അല്ല കേട്ടോ, കണ്ട ഒറിജിനൽ പേൾ പോലെ തന്നെ ഇരിക്കും. ബാക്കിയെല്ലാം സെയിം ആണ്. ആ ഒരു സ്റ്റോൺസിന്റെ ഒക്കെ ഇതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നതാണ് കേട്ടോ. നേരത്തെ വന്ന ക്രിസ്റ്റലിന്റെ തന്നെ കൂടിയ ക്രിസ്റ്റൽ വെച്ചിട്ടുള്ള ഐറ്റംസ് ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു കുറച്ചുകൂടെ സാധാ ടൈപ്പ് പേളാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇങ്ങനെ പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് എല്ലാം. അപ്പോൾ ഇതിന്റെ നമ്പർ കയ്യിലൊന്ന് വെച്ച് കാണിക്കാതെ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. കണ്ടില്ലേ, എല്ലാം നല്ല രസമുള്ള ഐറ്റംസ് ആണ്. ഇതിന്റെ നമ്പർ വരുന്നത് S645, റേറ്റ് 280 രൂപ മാത്രമേ ഉള്ളൂ. 280.